ഗുഡ് മോർണിംഗ്. രാവിലെ നമുക്ക് എൻ്റെ പരിപാടികൾ എന്തൊക്കെയാണെന്ന് കാണാം. സിമ്പിളായിട്ടുള്ള പരിപാടികളൊന്നും അല്ല എന്ന് നിങ്ങൾ വിചാരിക്കും, പക്ഷെ സിമ്പിളാണ്. ജസ്റ്റ് 1 hour പരിപാടികളാണ്. രാവിലെ എന്തെല്ലാം നമുക്ക് നോക്കാം കേട്ടോ. ആദ്യം ഈ സ്റ്റവ് ഞാൻ പൊതുവെ കത്തിക്കും. ഇത് കത്തിച്ചിട്ട് ഞാൻ എപ്പോഴും ചെയ്യുന്നത് വെള്ളം വയ്ക്കും. എങ്ങനെ നമ്മുടെ ചൂടുവെള്ളം. പിന്നെ നമ്മൾ ഈ സ്റ്റവ് കത്തിക്കും. ഇതിലോട്ട് നമുക്ക് എന്നൊന്ന് കട്ടൻ ചായക്ക് വെള്ളം വയ്ക്കാം. പക്ഷേ ഇവിടെ കട്ടൻ ചായ ഭയങ്കര എളുപ്പമാണ്. കാരണം നമ്മളിവിടെ കെറ്റിൽ വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ടാവും. അത് മാത്രം ജസ്റ്റ് ഒന്ന് ഒഴിച്ച് കട്ടൻ ചായ ഇട്ട് വയ്ക്കാം. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ തുളസി ഇല തീർന്നു പോയി. എൻ്റെ തുളസി കരിഞ്ഞു പോയി. നല്ല വെയിലല്ലേ എന്നാടാ, കരിഞ്ഞു പോയി. അപ്പോൾ ഞാൻ ഇതിലോട്ട് ഇപ്പോൾ ഇടാൻ പോകുന്നത് ജീരകം. സ്റ്റവ് ഒന്ന് ചെറുതാക്കി കൊടുക്കാം. പിന്നെ കുറച്ച് ഇത്രയും വേണ്ട, കഴിക്കും 4-5 ഉലുവ അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കും. ഇട്ട് കൊടുത്ത് ഇത് ലൈറ്റായിട്ടൊന്ന് ചൂടാക്കുമ്പോഴത്തേക്ക് നല്ല തിളച്ച വെള്ളം ഇവിടെ ഇരിപ്പുണ്ട്. അത് ഞാൻ എടുത്ത് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കും. മണ്ടയ്ക്ക് ഓക്കെ, റൈറ്റ്. ഇത് നിറയ്ക്കണം കേട്ടോ, വെള്ളം നിറയ്ക്കണം. അപ്പോൾ ഇതുകൊണ്ടുള്ള ലാഭം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഗ്യാസ് കുറച്ച് ചിലവാകും എന്നുള്ളതാണ് ഇതുകൊണ്ടുള്ള ലാഭം. ഇപ്പോൾ ഇവിടെ ഇതായിട്ടുണ്ട്. നമുക്കിതിലോട്ട് ഇനി കോഫി പൗഡർ ഇടണം. അതിന് മുമ്പ് ഞാൻ അരി എടുക്കട്ടെ. ഞങ്ങൾ 2 നേരത്തേക്കുള്ള അരിയാണ് എനിക്ക് നോക്കും. ഉച്ചത്തേക്ക് രാത്രിയിലത്തേക്ക്. അപ്പോൾ ഞങ്ങൾ ഇത്രയാണ് എടുക്കാറ് പൊതുവെ. ഇത്രയും മതി കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ധാരാളമാണ്. ഈ അരി കഴുകുന്ന വെള്ളം ഞാനൊരു പാത്രത്തിലോട്ട് ഒഴിച്ച് വയ്ക്കും. എന്താണെന്നറിയോ? ചെടിക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വെള്ളം ഒഴിച്ച് വയ്ക്കും. ഇപ്പോൾ സമയം ഇവിടെ എത്രയായിട്ടല്ലോ? 5:50 കേട്ടോ. ഇത് കോഫിക്കാണ്. ഇത് ഇത്രയും തിളച്ചത് മതി. ഞാൻ കഞ്ഞിയിലോട്ട് നേരെ ഇവിടെ തന്നെ ചൂടുവെള്ളം വെച്ചിട്ടുണ്ട്. അത് തിളച്ചിട്ടില്ല. അപ്പോൾ കുറച്ച് ഞാൻ അതിൽ നിന്ന് ഒഴിച്ചു കൊടുക്കും. അപ്പോഴത്തേക്ക് ബാക്കി ഇവിടെ തിളച്ച് വരും കേട്ടോ. ഈ വെള്ളം ഇവിടെ തിളച്ച് വരും. അപ്പോൾ ഇതാണ്. നിങ്ങൾ കണ്ടില്ലല്ലേ, ചൂടുവെള്ളം കണ്ടില്ലല്ലേ? അപ്പോൾ ഞാനിങ്ങനെ ചൂടുവെള്ളമാണ് ചോറിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് അത് തിളയ്ക്കാനായിട്ടേ. പക്ഷേ ഇവിടെ നമുക്ക് കെറ്റിൽ വെള്ളം തിളച്ചിട്ടില്ല. അപ്പോൾ ഇത് ഞാൻ അരി കഴുകിയ വെള്ളമാണ് കേട്ടോ. ഇത് അരി കഴുകിയ വെള്ളം എടുത്ത് വെച്ചിരിക്കുന്നതാണ് ചെടിക്ക് ഒഴിക്കാൻ. നമുക്കിനി ഇതിലോട്ട് ഒഴിച്ച് കോഫി പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്നെ കണ്ടില്ലെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. എന്നെ കാണുമ്പോൾ ഇതിൽ ഞാൻ നെസ്കഫേയുടെയാണ് കോഫി പൗഡർ ചെറുതാണുള്ളത്. ഇത് ഞാൻ ആക്ച്വലി കട്ടൻ ചായയാണ് ഇടാറ്. പക്ഷെ മോള് കോഫിയെ കുടിക്കത്തുള്ളൂ. അതുകൊണ്ട് വിചാരിച്ചു ശരി പിന്നെ മോർണിംഗ് കോഫി ആക്കാമെന്ന് അങ്ങനെ ആക്കിയതാണ്. പഞ്ചസാര ഇവിടെ പഞ്ചസാരയും കൂടെ ഇട്ടു. പഞ്ചസാര കഴിഞ്ഞു. ഇന്നലെ ഞാൻ മാർക്കറ്റിൽ പോയിട്ട് പഞ്ചസാര വാങ്ങാൻ മറന്നു. നാളെയല്ല, കുറച്ച് കഴിയുമ്പോൾ ഞാൻ പോകും. കോഫി ആയി. ഇത് മോക്കുള്ള കോഫി ഒഴിച്ചു വെച്ചു. എനിക്കുള്ള കോഫി ഞാൻ കുടിക്കും. അപ്പോൾ മോളുടെ കോഫി ഇവിടെ ഒഴിച്ചിട്ടുണ്ട്. മോളുടെ കോഫി ഇവിടെ ഒഴിച്ച് ഞാൻ അടച്ചു വയ്ക്കും. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ മോള് 6:30 കഴിഞ്ഞിട്ട് എണീക്കത്തുള്ളൂ. 7:30 പോകണം. 6:30 കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കത്തുള്ളൂ. കാരണം ഇന്നലെ 6:30 വിളിക്കത്തുള്ളൂ. പുള്ളിക്കാരി ഇന്നലെ ഉറങ്ങിയപ്പോൾ രാത്രി 2:15 മണി അതുവരെ ഒന്ന് പഠിക്കുകയായിരുന്നു. സോ നമ്മൾ 6:30 കഴിഞ്ഞിട്ട് ഇന്നലെ എണീപ്പിക്കത്തുള്ളൂ. വെള്ളം കളഞ്ഞു. അപ്പോൾ നമുക്കിവിടെ ചൂടുവെള്ളം നല്ല തിളയെന്നായിട്ടുണ്ട്. ഇനി നമ്മൾ കെറ്റിൽ വെള്ളം, ഈ കെറ്റിൽ വെള്ളം വയ്ക്കുന്നത് നമ്മുടെ ജോലി പാതി എളുപ്പമാക്കും കേട്ടോ. ചൂടുവെള്ളം ഇട്ട് വയ്ക്കുന്നത് നമ്മുടെ ജോലി കുറച്ച് എളുപ്പമാക്കും, ഗ്യാസ് കുറച്ച് കുറവാക്കും. ഞാൻ എന്താ തീ ഒന്ന് കുറച്ച് വെച്ചു.
വെള്ളം കളഞ്ഞായിരുന്നു. ഞാനിപ്പോൾ ചെയ്യുന്നത് ഇഞ്ചി വെളുത്തുള്ളി ഇടിക്കുകയാണ് കേട്ടോ. ഉരുളക്കിഴങ്ങ് കറിക്ക് വേണ്ടിയിട്ടാണ്. രാവിലെ അപ്പോൾ ഉരുളക്കിഴങ്ങ് കറിയാണ് പരിപാടി. ഞാൻ ഈ ചോറ് ഇങ്ങോട്ട് മാറ്റാണ്. എന്തിനാണെന്നറിയോ? എനിക്ക് കൈ എളുപ്പത്തിന് വേണ്ടിയാണ്. കട്ടിംഗ് ബോർഡിൻ്റെ അവിടെ കൈ എളുപ്പത്തിന് വേണ്ടി. എന്നിട്ട് നമ്മൾ ഇതിലോട്ട് ആദ്യം എടുത്തേക്ക് ഈ കുഞ്ഞ് ചട്ടീനകത്ത് വെച്ച് നമുക്ക് ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കാം. ചട്ടി ചൂടായി. നമ്മളിതിലോട്ട് ഇത് ഞാൻ ഇന്നലെ പഴംപൊരി ഉണ്ടാക്കിയ എണ്ണയാണ്. അത് ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. വീട്ടിലത്തേക്ക് വെറും ഒരു 5-6 കുഞ്ഞ് പഴംപൊരി ഉണ്ടാക്കിയതാണ്. അപ്പോൾ എണ്ണ കളയണ്ടല്ലോ എന്ന് കരുതി. നമ്മുടെ ചോറിൽ വെള്ളം കുറയുന്നുണ്ട്. നമുക്ക് ചോറിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കും. ഞാൻ എണ്ണ ചൂടാകല്ലോ അവിടെ. ഇതിൽ ഞാൻ കടുകല്ല ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഞാൻ പൊതുവേ നമ്മുടെ ഇറച്ചിക്ക് വേണ്ടിയിട്ട് ഞാനൊരു മസാല എപ്പോഴും വീട്ടിലുണ്ടാക്കി വയ്ക്കും. എന്തോന്നല്ലാന്ന് വെച്ചാൽ ഏലക്ക, കുരുമുളക്, പെരുംജീരകം, കറുവപ്പട്ട ഇത്രയും ചേർത്തിട്ട് പൊടിച്ചിട്ട് ക്രഷ് ചെയ്തൊരു മസാല ഉണ്ടാക്കിയിട്ട് അതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. കടുകല്ലേ. അപ്പോൾ അത് ഞാൻ ഏലക്ക, പെരുംജീരകം, കറുവപ്പട്ട, തക്കോലം, സാധാരണ ഇറച്ചിക്ക് നമ്മൾ യൂസ് ചെയ്യത്തില്ല, ഗ്രാമ്പ് അങ്ങനത്തെ സാധനങ്ങൾ അത്രയും നമ്മൾ ഇട്ട് കൊടുക്കും. ഇട്ട് കൊടുത്തുകൊണ്ട് ഇവിടെ ഞാനിതിൽ തക്കാളി ഇടത്തില്ല. സവോള, കറുവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചിയും വെളുത്തുള്ളി ഇടിച്ചത്, സവോള. നമുക്ക് ഒരു ചെറിയൊരു ഉരുളക്കിഴങ്ങിൻ്റെ മതി. ഒരു കുഞ്ഞ് ഉരുളക്കിഴങ്ങിൻ്റെ കട നമുക്കതുകൊണ്ട് ഇത്രയും ഉള്ളിയപ്പം മതി കേട്ടോ. വെറുതെ എങ്ങനെ കളയുന്നത്. നമ്മളിതാ ഒന്ന് ചൂടാക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. അതും കൂടെ ആവശ്യത്തിനിട്ട് ഇതൊന്ന് ഇളക്കുമ്പോഴത്തേക്കും ഞാൻ ഇളക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് ഉരുളക്കിഴങ്ങിൻ്റെ ഒന്ന് മൂടി വെച്ചിട്ട് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. സോ ഇവിടെ ഉള്ളി ചെറുതായിട്ടൊന്ന് വഴച്ചിട്ടുണ്ട്. അങ്ങനെ വഴങ്ങാനൊന്നും കാത്തിരിക്കണ്ട, കാരണം ഉരുളക്കിഴങ്ങ് വേറെ ഉണ്ടല്ലോ. ഇങ്ങനെ ഉരുളക്കിഴങ്ങ് അങ്ങനെ വെള്ളത്തിൽ വേവിക്കാറില്ല കേട്ടോ. ലാസ്റ്റ് വേണമെങ്കിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കും. അല്ല വെള്ളത്തിൽ വേവിക്കാറില്ല. ഞാൻ വഴറ്റി ചെറിയ രീതിയിൽ വേവിക്കും. സോ ഇതിവിടെ ഇരുന്ന് വേകട്ടെ. അപ്പോഴത്തേക്ക് നമുക്കൊരു കുഞ്ഞ് സിപ്പ് എൻ്റെ കോഫി ഇതേ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ കുടിക്കണം കേട്ടോ. ഞാൻ അങ്ങോട്ട് ഒരു സാധനം എടുക്കാൻ പോയപ്പോഴത്തേക്ക് നമ്മുടെ കഞ്ഞി പൊന്തി കളഞ്ഞിട്ടുണ്ട്. അതൊരു മുട്ട പുഴുങ്ങാൻ വേണ്ടിയേ ഇടാൻ വേണ്ടി എടുക്കാൻ പോയതായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ കഞ്ഞിയിൽ പണി കിട്ടി. ഇതിങ്ങനെ ഇരുന്നാൽ എനിക്ക് നീങ്ങ. അതുകൊണ്ട് ഞാൻ എന്തെന്ന് വെച്ചാൽ കാരണം ഇത് പിന്നീടാക്കി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടൊന്ന് മെനയാണ് തുടയ്ക്കാൻ. രാവിലെ നമുക്ക് പണി കിട്ടിയത് കൊണ്ട് ഇതും വെച്ചുകൊണ്ട് ഞാൻ പൊക്കാൻ പോവുകയാണ്. ഈശ്വര. ഓക്കെ റൈറ്റ്. നമ്മൾ ഉണങ്ങാൻ കാത്തു കഴിഞ്ഞാലേ പിന്നീട് എല്ലാം കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് കാത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് ഒരുമാതിരി പിടിച്ച് കിടക്കും. എനിക്കത് ഇഷ്ടമല്ല. അത് മാത്രമല്ല കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും എൻ്റെ സ്റ്റൗ അടുക്കാവുന്നത് എനിക്കിഷ്ടമല്ല. അതൊരു ഭ്രാന്ത് ടൈപ്പാണ്. ഇത് ഇപ്പോഴും ശീലിച്ചതല്ല. ഇത് അയ്യോ വീഡിയോ ചെയ്യണതുകൊണ്ട് അവിടെ അങ്ങനെ കാണിക്കണം അങ്ങനെയല്ല കേട്ടോ. ചിലരുടെ ശീലമാണ്. ഇതൊക്കെ മാറ്റാൻ ചിലർക്ക് പാടാണ്. ചിലപ്പോൾ ഞാനൊരു 60 വയസ്സ് വരെയൊക്കെ ജീവനോടെ ഉണ്ടെങ്കിൽ 60 വയസ്സ് വരെയൊക്കെ ഇങ്ങനെയൊക്കെ നോക്കും. അത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ കുഴിയിലോട്ട് കാലിൽ നീട്ടി വെച്ചിരിക്കുമ്പോൾ ചിലപ്പോൾ ഇതിനൊന്നും പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ ചെയ്യില്ലായിരിക്കാം. പക്ഷെ ഇപ്പോഴെന്തായാലും ചെയ്യും. അപ്പോൾ നമുക്ക് ചോറിൻ്റെത് വീണ്ടും എടുത്ത് വെച്ച് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഉരുളക്കിഴങ്ങ് നോക്കിപ്പോൾ നല്ലൊരു ഉരുളക്കിഴങ്ങ് ഇടയിൽ പിടിക്കും. ഞാൻ ഈ സ്റ്റൗ അധികം യൂസ് ചെയ്യാറില്ല. നമ്മൾ ഈ 2 സ്റ്റൗ തന്നെയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഗൈസ്, അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി എന്ന് പറയുന്നത് നമ്മളൊരു കുഞ്ഞ് ക്യാരറ്റ് തോരന് വേണ്ടിയിട്ട് നമ്മളിവിടെ സവോള അരിഞ്ഞു. വെളുത്തുള്ളി ഞാൻ അരിയാറില്ല. ലാസ്റ്റ് നമ്മൾ തോരത്തിന് ചേർക്കുമല്ലോ, അരച്ച് ചേർക്കുമല്ലോ. അപ്പോഴും ഞാൻ അതിൻ്റെ കൂടെ അരയ്ക്കാറാണ് പതിവ്. വെളുത്തുള്ളിയും ജീരകവും പിന്നെ കറിവേപ്പില, പച്ചമുളകും അതിൻ്റെ കൂടെ അരയ്ക്കാറാണ് പതിവ്. കറിവേപ്പില, ക്യാരറ്റ്, സവോള ഇത്രയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. ഞാൻ ക്യാരറ്റ് ചീരി എടുക്കും. നമുക്കൊരു ഇച്ചിരി തോരൻ മതി. നമ്മൾ 2 പേരല്ലേ ഉള്ളൂ, കൂടുതൽ ആളില്ലല്ലോ. ഞാനിതിനിടയിൽ നമ്മുടെ ക്യാരറ്റ് ചീവുന്ന ചീരിയും ചിരണ്ടി ഉണ്ടല്ലോ, ചിരണ്ടി അതും പീലറും ഒക്കെ കഴുകുന്നുണ്ട്. മാക്സിമം ഞാൻ പാത്രങ്ങൾ കുക്കിംഗ് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ പാത്രങ്ങൾ കഴുകി തീരും. ചിലപ്പോൾ എന്തെങ്കിലും ഇച്ചിരിയൊക്കെ ബാക്കി ഉണ്ടാവാറുണ്ട് കേട്ടോ. മാക്സിമം കഴുകി തീരുന്നുണ്ട്.
സോ നമ്മുടെ ഉരുളക്കിഴങ്ങും ഉള്ളിയും ഏകദേശം വെന്തിട്ടുണ്ട്. ഇച്ചിരിയും കൂടി ഇത് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിലോട്ട് മസാല ചേർക്കാം കേട്ടോ. സോ നമ്മൾ നോക്കുന്ന സ്കൂളിൽ കറക്റ്റ് നമ്മൾ കൊടുത്തയക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ക്യാരറ്റ് തോരൻ, പിന്നെ നോക്ക സ്കൂളിലേക്ക് ഞാൻ ഇന്നലത്തെ പുളിശ്ശേരിയാണ് ആക്ച്വലി. ഇത് ഇന്നത്തെ അല്ല, ഇന്നലെ ഞാൻ ഉണ്ടാക്കി വെച്ച പുളിശ്ശേരിയാണ്. അത് നമ്മൾ എടുക്കുന്നുണ്ട് മോൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാനായിട്ട്. അപ്പോൾ ഇതാണ് മോളുടെ സ്കൂളിൽ കറി കൊണ്ട് പോകുന്ന പാത്രം. ഇത് നിറച്ചുണ്ട്, ഇത് നിറച്ച് ഞാൻ കൊടുത്തു വിടും കേട്ടോ. നമുക്കിത് മൂടി ഇവിടെ ഒരു സൈഡിൽ വയ്ക്കാം. ഇതേക്കും ഇയും കൂടി ഉരുളക്കിഴങ്ങ് വേകാനുണ്ട്. എന്തോട്ടോ ഇത് നമ്മളപ്പോൾ മോക്കൊന്ന് സ്കൂളിൽ കൊടുത്തു വിടുന്നത് പുളിശ്ശേരിയും ക്യാരറ്റ് തോരനും കത്തിരിക്ക വറുത്തതും ഒക്കെ. കത്തിരിക്ക വറുത്തത് ഡെയിലി കൊടുത്തു വിട്ടാലും സന്തോഷമാണ്. അതുകൊണ്ട് നമ്മളിവിടെ കത്തിരിക്ക മാക്സിമം സ്റ്റോക്ക് വെച്ചിരിക്കാൻ ശ്രമിക്കും, ചിലപ്പോൾ കാണില്ല കേട്ടോ. പിന്നെ ഒരു മുട്ട പൊരിച്ചത്, ഇത്രയാണ് സ്കൂളിൽ കൊടുത്തു വിടാൻ മതി. ഏകദേശം വേസ്റ്റുകൾ വന്നു കഴിഞ്ഞു. വേസ്റ്റുകൾ നോക്കുമ്പോൾ നമുക്ക് അധികം ഒന്നുമില്ല. ഈ പറയണ മതി സവോളത്തൊലി, പിന്നെ നമ്മുടെ മുട്ടയുടെ തോട്, വേണ്ടല്ലോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വേസ്റ്റ് ഇത്രയാണ് ഇന്നത്തെ വേസ്റ്റ്. അപ്പോൾ മുട്ടയുടെ തോടുണ്ട്, ഇതിൽ ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയുണ്ട്, ക്യാരറ്റിൻ്റെ തൊലിയുണ്ട്, സവാളത്തൊലിയുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എന്നാ ചെയ്യുന്ന വെച്ചാൽ നേരത്തെ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നില്ലേ ഈ വെള്ളം, ഈ വെള്ളത്തിലിടും. എന്നിട്ട് ഇതിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും വെള്ളം ആക്കിയത്, ഇത്രയും വെള്ളം മതി കേട്ടോ, കുറേ ചെടിയൊക്കെ ഒഴിക്കാൻ. അപ്പോൾ ഞാനിത് കൊണ്ട് ചെടിക്ക് ഒഴിച്ചിട്ട് വരാമേ. അപ്പോൾ ചെടിയൊക്കെ എല്ലാം വെള്ളം ഒഴിച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ ഇവിടെ ഉരുളക്കിഴങ്ങ് വേണ്ടേ ഏകദേശം ഉരുളക്കിഴങ്ങ് വെന്തു. ഉരുളക്കിഴങ്ങ് വെന്തു, ഇവിടെ ഉള്ളിയും വെന്തു. നമുക്ക് നോക്കാം അല്ലേ. ഓക്കെ, വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് ആവശ്യമുള്ള മസാല ഇട്ട് കൊടുക്കാം. മസാല ഞാൻ വേറെ ഒന്നും ചേർക്കാറില്ല. ഉള്ളി, മല്ലിപ്പൊടി, ലൈറ്റായിട്ട് മഞ്ഞൾപ്പൊടി, വളരെ ലൈറ്റായിട്ട് മുളക് പൊടി. കാരണം നമ്മുടെ മുളക് പൊടിയുടെ ഏരിയ തൊടത്തില്ല. പെപ്പർ ഓൾറെഡി ഇട്ടതുകൊണ്ട് പെപ്പർ വേണ്ട. ഒരു ഇച്ചിരി മീറ്റ് മസാല, ഇത്രയും സംഭവമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ പെരുംജീരകം എല്ലാം ഓൾറെഡി ഇതിൽ ചേർന്നതാണ്, അതുകൊണ്ട് വേണ്ട. സോ നമുക്കിതിൽ ആവശ്യമുള്ള മല്ലിപ്പൊടിയാണ് കൂടുതൽ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പം ഇട്ടത് മല്ലിപ്പൊടിയാണ്, തെറ്റരുത്. പിന്നെ നമ്മൾ ഒന്ന് ഇളക്കിയിട്ട് ഒരിച്ചിരി മഞ്ഞൾപ്പൊടി, പേരിന് മഞ്ഞൾപ്പൊടി കേട്ടോ, ഒരു മഞ്ഞൾപ്പൊടി, മീറ്റ് മസാല ഒരു 1/4 ടീസ്പൂണൊക്കെ മതി. 1/4 ടീസ്പൂൺ പോലും വേണ്ട, കുറച്ച് മതി. ജസ്റ്റ് ഒരു പേരിന് ഇറച്ചി മസാല ചേർത്തു. നല്ല മണമാണ്, നല്ല മണം കേട്ടോ. രാവിലെ കുക്ക് ചെയ്യുമ്പോൾ, രാത്രി കുക്ക് ചെയ്താലും മണം തന്നെ, അത് വേറെ. അപ്പോൾ പിന്നെ ഇതാ പേരിന് ഇതാ കണ്ടല്ലോ ഞാൻ എടുക്കുന്ന മുളക് പൊടി. കാരണം എൻ്റെ മോൾ അത്രയ്ക്ക് മുളക് പൊടി കൂട്ടി കഴിക്കുന്ന ആളാണ്. സത്യം പറഞ്ഞാൽ ഇവർക്ക് വേണ്ടി ഇങ്ങനെ വെച്ച് വെച്ചിപ്പോൾ എൻ്റെ നാക്കൊക്കെ ചത്തു പോവുക. ഞാൻ ഇച്ചിരി എരിവ് കഴിക്കുന്ന ആളാണ്. ഇപ്പോൾ എനിക്ക് എരിവ് കഴിക്കാനല്ലേ ഇവിടെ കാരണം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഒരു എണ്ണയുടെ ഒരിച്ചിരി കുറവുണ്ട്, നമുക്കൊരിച്ചിരി എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. തക്കാളി ചേർക്കത്തില്ല കേട്ടോ, എനിക്ക് ഇഷ്ടമുള്ള തക്കാളി ചേർക്കണം. അപ്പോൾ ഇത് ഒരു 2 മിനിറ്റ് ഇങ്ങനെ ഒന്ന് വരണ്ടൊന്ന് വരട്ടെ. പൊടിയൊക്കെ ഒന്ന് നന്നായിട്ട് ഇതിലോട്ടൊന്ന് പിടിക്കട്ടെ. അപ്പോഴത്തേക്കും ഞാൻ ഇച്ചിരി തേങ്ങ അരച്ചെടുത്തിട്ട്, തേങ്ങ അരക്കില്ല, തേങ്ങ തിരിഞ്ഞ് എടുത്തിട്ട് വരാം. അതിന് മുമ്പ് തേങ്ങ പൊട്ടിക്കണം. സൗണ്ട് കേട്ട് പേടിക്കരുത്. ഞാനിവിടെ ഈ തേങ്ങ പൊട്ടിക്കുന്ന വെള്ളം ഞാനിവിടെ എടുത്ത് വയ്ക്കും. കാരണം നമ്മുടെ ഒരു മകൾ എണീറ്റ് വരുമ്പോൾ മകൾക്ക് ഇഷ്ടമാണ് തേങ്ങ പൊട്ടിക്കുന്ന വെള്ളം. ഓ, തവള പിടുത്ത വെള്ളമല്ലോ, ഇച്ചിരി വെറും ഇച്ചിരി വെള്ളമേ ഉള്ളൂ. നല്ല കുഴപ്പമില്ല, ഇരിക്കട്ടെ. കൊച്ചെണീറ്റ് വരുമ്പോൾ കൊച്ചു പിടിക്കും. മുത്തണീറ്റാപ്പാ, എന്റെ മുന്നോ വിളിക്കാതെ എണീറ്റാ. അമ്മച്ചെല്ലാം വിളിക്കാതെ എണീറ്റാപ്പാ. ഗുഡ് മോർണിംഗ്. ലോകമഹാദിശ സത്യമായിട്ട് ഞാൻ പറയുന്നത്, ഈ 2.5 മാസത്തിൽ ഇന്നാണ് ഇവിടെ ഞാൻ വിളിക്കാതെ എണീറ്റത്. ഹലോ മാഡം, நம்ப முடியவில்லையே
എന്നാൽ നമ്പ മുടിയവില്ലേ. ഞാനിവിടെ തേങ്ങ ചിരകിട്ടുണ്ട് കേട്ടോ. തേങ്ങ നമ്മൾ രണ്ടിനും കൂടി ചിരകിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇവിടെ ഏകദേശം മസാലയൊക്കെ ഒന്ന് പിടിച്ച് കാണും. അത് കരിഞ്ഞാണോ എന്ന് ദൈവത്തിനറിയാം. കരിഞ്ഞിട്ടില്ല. നല്ല സൂപ്പറായിട്ട് മസാല പിടിച്ചു. നമ്മളിനി ചെയ്യാൻ പോണ പരിപാടി എന്താണെന്ന് വെച്ചാൽ ചെറുതായിട്ട് ഒരു ഇച്ചിരി വെള്ളം, ഞാനൊരു ഇച്ചിരി വെള്ളമേ ചേർക്കുള്ളൂ. അതിനുള്ള കാരണം ഞാൻ പിന്നീട് പറയുന്നതായിരിക്കും. ഓക്കെ, ഇത്രയും മതി. ചിലർ ഭയങ്കര ഫാസ്റ്റായിട്ട് ഈ കുക്കർ ഉരുളക്കിഴങ്ങൊക്കെ ഉണ്ടാക്കും. അതും എനിക്ക് ഉണ്ടാക്കാറില്ല. പക്ഷേ ഇത് അപ്പത്തിനാകുമ്പോൾ ഇച്ചിരി നല്ല കറി വേണം. ഇതിലെ ഒരു ടേസ്റ്റ് ഉള്ളു അപ്പം കഴിക്കാൻ. മുത്തുമണി പെണ്ണേ, திரும்ப தூங்குறியா இல்லையா? தூங்க மாட்டியா? நான் நினைச்சேன் நீ தூங்க போற திருப்பிட்டு. പൊന്നി എന്ത് കഥ കൂട്ടിയ നടക്കണ നിനക്ക്? ഞാൻ രാവിലെ കഥ തുറന്നിട്ട് അവള് കഥ കൂട്ടിയിരിക്കുന്നു. അപ്പൊ നമ്മളിതിലൊരു 3 സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. എന്താണെന്നറിയോ? തേങ്ങാപ്പാൽ ഉണ്ടാക്കാൻ. അപ്പൊ ഞാൻ ഈ തേങ്ങാപ്പാലിന്റെ 1-ാം പാല് ഇവിടെ എടുത്ത് വെക്കുന്നുണ്ട് സെപ്പറേറ്റ് ആയിട്ട്. അപ്പോൾ നമ്മളത് ഒരരവ് കൂടി അരച്ചു. അപ്പം അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ കറി വെള്ളം കുറച്ച് ഒഴിച്ചത്. കാരണം നമ്മൾ ഈ 2-ാം പാലാണ് ഇവിടെ ഒഴിച്ചു കൊടുത്ത് വെറുതെ വയ്ക്കുന്നത്. മനസ്സിലായോ സംഭവം? അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് കറി നല്ല അടിപൊളിയായിട്ട് റെഡിയായി വരും. ഇപ്പോൾ ഈശ്വര അപ്പം നമ്മുടെ നല്ല അടിപൊളിയായിട്ട് കിഴങ്ങ് ഇവിടെ വെന്ത് വരുമ്പോഴത്തേക്കും 1-ാം പാലും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്യുമ്പോൾ നല്ല സൂപ്പർ ഉരുളക്കിഴങ്ങ് കറിയും അപ്പവും റെഡിയാകും. സോ നൈസ്. അതിനായിട്ട് ടച്ചിങ് കൂടെ കഴിയുമ്പോൾ പക്കായി കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മിക്സി ജാറിലിട്ട് ലോണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 3-4 സ്പൂൺ ഉണ്ട് കേട്ടോ. 3 സ്പൂണായിട്ട്. മുത്തുമണി, are you sleepy? Tolong misi, tolong. ഗൈസ്, നിങ്ങൾ ആരും ഒന്നും വിചാരിക്കരുത്. ഞാനൊരു സംഭവം ഇപ്പോൾ കാണിച്ചു തരാം. 1 സെക്കൻഡ്. ഒരു കുടം തണ്ണി എടുത്ത് ഒരു പൂ പുത്തല്ലോ, 2 കുടം തണ്ണി എടുത്ത് 2 പൂ പുത്തല്ലോ, 3 കുടം തണ്ണി എടുത്ത് 3 പൂ പുത്തല്ലോ, 4 കുടം തണ്ണി എടുത്ത് 4 പൂ പുത്തല്ലോ. ഈ പാട്ടൊക്കെ കേട്ടിട്ടുണ്ടായി. രാവിലെ ഞാൻ ഇങ്ങനെ ഒന്ന് അരവട്ടായിട്ട് സംസാരിക്കണമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. അത് ചിലപ്പോഴൊക്കെ കിളി പോണതാണ്. മനസ്സിലായ? ഞാനും ഒരു മനുഷ്യനല്ലേ, ഒറ്റയ്ക്ക് നിൽക്കുന്നില്ല. എൻ്റെ മുട്ടയാണെങ്കിൽ വെന്ത് പുഴുങ്ങി. അപ്പോൾ നമ്മളിതിലോട്ട് ഇച്ചിരി ജീരകം, ഓക്കെ, ഒരു 1/4 ടീസ്പൂൺ ജീരകം, ഒരേ ഒരു വെളുത്തുള്ളി 2-3 ക്രഷ് ചെയ്തു. അത് ജീരകം മാറ്റി വയ്ക്കാം. എവിടെ എൻ്റെ ജീരകം? ഞാൻ എവിടെയോ വെച്ച ജീരകം. ഒരു പച്ചമുളക്, ഓക്കെ, only 1 പച്ചമുളക്, എ പിഞ്ച് ഓഫ് കറിവേപ്പില, ഓക്കെ, 4-5 കറിവേപ്പില. മുളക് പൊടി വേണ്ട, കാരണം നമ്മുടെ പുത്രികൾ മുളക് പൊടി കുടിക്കാത്തവർ, തിന്നാത്തവരായതുകൊണ്ട് മുളക് പൊടി വേണ്ട. ഒറ്റ പച്ചമുളക് മതി. ഇത്രയും മഞ്ഞൾപ്പൊടി, ഇത്രയും കൂടി ഇട്ട് നമ്മൾ എന്നാ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇത് അരയ്ക്കാൻ പോകും, ക്രഷ് ചെയ്യാൻ പോകും. അരച്ച് വെച്ചാൽ പണി കഴിഞ്ഞല്ലോ. ജോലി ഫാസ്റ്റ് കുറവാണ് കേട്ടോ. എന്താണെന്നറിയോ? നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ ഈ ഒരു സ്റ്റാൻഡ് ഇരിക്കുന്നുണ്ട്, വീഡിയോ സ്റ്റാൻഡ് ഇവിടെ ഇരിക്കുന്നുണ്ട്. സീരിയസ്ലി ഭയങ്കര ബുദ്ധിമുട്ടാണ്. മിക്സി ഒന്ന് തുടച്ച് വെച്ചിട്ട് വരാം. മിക്സിയുടെ ഉപയോഗം കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് തുടച്ച് വെച്ച് കഴിഞ്ഞാൽ അത് എടുക്കാതിരിക്കും. മക്കളെ, വാട്ട് ആർ യു ഡൂയിങ്? എന്നാടി ചെയ്യണേ? പെണ്ണേ പെണ്ണേ കണ്ണേ 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 കണ്ണാന കണ്ണേ, വാട്ട് ആർ യു ഡൂയിങ് കണ്ണേ? ഒരു നല്ല അമ്മ നല്ല മോളുടെ അടുത്ത് ചോദിക്കാൻ പറ്റാത്ത 2 ക്വസ്റ്റ്യനേ ഉള്ളൂ. വാട്ട് ആർ യു ഡൂയിങ്, വേർ ആർ യു ഗോയിങ്? ആം ഐ റൈറ്റ്? അങ്ങനെ തന്നെ. വേർ ആർ യു ഗോയിങ് ഞാൻ ചോദിക്കും, പക്ഷെ വാട്ട് ആർ യു ഡൂയിങ് വല്ലപ്പോഴേ ചോദിക്കുള്ളൂ കേട്ടാ. അങ്ങനെ ഇനിയിപ്പോ വേർ ആർ യു ഗോയിങ് ചോദിക്കില്ല എന്നൊന്നും രാവിലെ വിചാരിക്കണ്ട. എന്നെ ഉഷാറാ, എന്നെ സന്തോഷം. മേഡം, മക്കളെ, തേങ്ങ വെള്ളം വേണ്ടേടാ? തേങ്ങ വെള്ളം വേണ്ടേ? പല്ല് തേച്ചില്ലേ? പോയി പല്ല് തേ. തൂങ്ങി പിടിച്ചോണ്ടിരിക്കുകയാണ് ഇതുവരെ. മതി മതി, എടി, ഞാൻ
അങ്ങനെയാ, മണി 6 5 മണിന്ന് വിചാരിച്ചു മണിയിട്ട് അമ്മ അതിന് അലാറം ഓഫ് ചെയ്ത് വെച്ചു. അലാറം അടിച്ചപ്പോഴേ അമ്മ ഓഫ് ചെയ്ത് വെച്ച മക്കൾ ഒന്നാം ഇന്നലെ ഉറങ്ങിയത് 2:15. പാവല്ലേപ്പാ. അതന്നെ കിടന്നത് 2:15, ഉറങ്ങിയത് 2 കഴിഞ്ഞു. പാവല്ലേ, മനസാക്ഷി വേണ്ടേ. എന്നാടി അമ്മയ്ക്ക് മനസാക്ഷി നല്ലതുപോലെ ഉണ്ട്. സത്യമായിട്ട് അമ്മയെ പോലെ മനസാക്ഷിയുള്ള ആരുമില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് നല്ല അടിപൊളിയായിട്ട് ഇവിടെ വെന്തിട്ടുണ്ട്. 2 എല്ലാ കിഴങ്ങ് പൊടിയുന്നുണ്ട്. എനിക്ക് കിഴങ്ങ് പൊടിയൊന്നും ഇഷ്ടമല്ല. കാര്യം സൊല്ലു കുട്ടി, ഇനി വല്ല തെറിയങ്ങാനാണോ എന്നെ വിളിച്ചത്? നീ അതും ചെയ്യും. സോ അപ്പോൾ നമ്മുടെ 1-ാം പാലും കൂടി ഒഴിച്ചു കൊടുത്തപ്പോൾ കറി നല്ല ചാവറക്കറി. ഓക്കെ, വാ സൂപ്പർടാ. അപ്പോൾ ഇതിൽ തിള അധികം വരണ്ട, ചെറിയൊരു ഇതായിക്കോട്ടെ. അതേ ഞാനിവിടെ ഒരു മുട്ട പിഴുങ്ങാനിട്ടുണ്ടല്ല, അവൻ മരിച്ചു മുട്ട, അവനെ നമുക്ക് വെളിയിലോട്ട് എടുക്കാം. അത് ഇത്രയും കൂടി വേറുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മുടെ കറി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ഉരുളക്കിഴങ്ങ് കറി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് തീ വിട്ടിട്ട് ഇതൊന്ന് പെട്ടെന്ന് ചൂടാക്കാം. അപ്പോഴേക്കും കഞ്ഞിയിൽ ഇത്തിരി വെള്ളം കുറവാണ്, ചോറല്ലേ ഇച്ചിരി വെള്ളം കുറവ്. നമുക്ക് ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു നല്ല തിളയും കൂടെ കൊടുക്കുമ്പോൾ ഈ ചോറങ്ങ് വെന്ത് കിട്ടും. കുറച്ച് എണ്ണ ഇരുന്നുണ്ട്, അപ്പോൾ എണ്ണ അത് ഒഴിച്ചു കൊടുക്കാം. ഇത്രയും മതി. ചോറായിട്ടുണ്ട്. അപ്പച്ചട്ടി എടുത്തിട്ടുണ്ട്. അപ്പച്ചട്ടി എൻ്റെ അപ്പച്ചട്ടി ഉണ്ടല്ലോ ഭയങ്കര ഇതാണ്. എന്താണെന്നറിയോ, ഇച്ചിരി അതിൻ്റെ നോൺ സ്റ്റിക്കിനെസ് ഒക്കെ പോയി. നമ്മളിനി പുതിയൊരു ചട്ടി വാങ്ങണം. 2 ദിവസം പോയിട്ട് വാങ്ങണം. 5 ദിവസം കഴിഞ്ഞിട്ട് നന്നായിട്ട് ചൂടായി. ഈ ഒരു അവസരത്തിൽ ഇതിലോട്ട് ആര ഇട്ട് കൊടുക്കാം, കടുകിന് ഇട്ട് കൊടുക്കാം. ചട്ടിയാണ് നന്നായിട്ട് ചൂടായത്. കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടുമ്പോഴത്തേക്കും വേണ്ട ഇതിൽ ഇച്ചിരി സവോള, ഒരു 1.5 ക്യാരറ്റ്, ഒരു വലിയ ക്യാരറ്റിന് 1 ക്യാരറ്റേ ഉള്ളൂ ഇത്. പിന്നെ നമ്മുടെ കറുവേപ്പില ഇത്രയാണ് ഇട്ടിട്ടുള്ളത്. അത് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഞാൻ ഓൾറെഡി അരപ്പിൻ്റെ കൂട്ടി അരച്ചിട്ടുണ്ട്. നമ്മുടെ ഇതിൽ വെളുത്തുള്ളി ഒന്നും സെപ്പറേറ്റ് ആയിട്ട് ഇരുന്നൊന്നുമില്ല. നമുക്കിതിൽ ഇച്ചിരി ഉപ്പിട്ട് ഇളക്കി വെച്ച് കൊടുക്കാം. നമുക്കിനി ആ അടപ്പ് നമുക്ക് ഇതിന് വേണം. ഇതിന് എനിക്ക് അടപ്പില്ല, അപ്പോൾ ഞാൻ ഇത് വെച്ച് മൂടാം. കാരണം ഇവിടെ നമ്മളിനി അപ്പം ഉണ്ടാക്കുമ്പോഴേ നമുക്ക് ഇവിടെ അടപ്പ് ആവശ്യമുണ്ട്. അപ്പത്തിൻ്റെ മാവ് ഇവിടെ ഉണ്ട്. ഞാൻ ചോറൊന്ന് അടച്ചിട്ടോട്ടെ. ഓക്കെ, ചോറടച്ചിട്ടു. പിന്നെ നമ്മൾ ഇവിടെ അപ്പച്ചട്ടി ഒന്ന് ചൂടായിട്ട് ഒരിച്ചിരി വെളിച്ചെണ്ണ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒഴിച്ച് കൊടുക്കാം, ഇങ്ങനെ ചുറ്റിച്ച്. കാരണം ചട്ടി ഒരിച്ചിരി പണിയാണ്. ചട്ടി ഇളകി വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് എനിക്ക്. എങ്കിലും വേറെ നിവൃത്തിയില്ല, നമുക്ക് വേറെ അപ്പച്ചട്ടി ഇല്ലാത്തതുകൊണ്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. വില കുറവാണ്, ഇത് വെള്ളം വാങ്ങാം. 5-6 ദിവസം പോകണമേ ഉള്ളൂ. നമ്മുടെ അപ്പത്തിൻ്റെ മാവ് ഇവിടെ ഉണ്ട്. കുറച്ചും കൂടി ചൂടാണ് ഉണ്ടായിരുന്നു. ഇനിയും കുഴപ്പമില്ല. അപ്പോൾ ഒന്നാമത്തെ ഒരപ്പം ആകുമ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന്, പക്ഷെ എനിക്ക് കത്തിരിക്ക വറക്കാനുണ്ട്. ഇതൊരു പണി കിട്ടിയേ. ആദ്യം അപ്പത്തിൻ്റെ സൈഡ് കഴിഞ്ഞു, ഇനി അടി എങ്ങനെയെന്ന് കണ്ടറിയാം. നമുക്കെന്തായാലും നോക്കാം. അടി കണിഞ്ഞോ? അടി കഴിഞ്ഞിട്ടുണ്ട്. ഒന്നാമത് പിടിക്കും. അതിനിടയിൽ അടിയും കൂടെ കരിഞ്ഞാൽ പിന്നെ പറയും വേണ്ട. சொல்லவா വേണോ இந்த കൊടുമയെ, இந்த കൊടൂരത്തെ? അത് കുഴപ്പമില്ല. നിങ്ങൾ നോക്കുകയാണല്ലേ, ഞാൻ ഈ പെണ്ണിന് എന്തോന്നോ ചൂടും കുഴപ്പമൊന്നുമില്ല. ഈ പെണ്ണിന് എല്ലാത്തിലും കയറി കൈ കൊണ്ട് തൊടണം. ഇടയിൽ ചൂടൊക്കെ പിടിച്ച് കയ്യിലൊന്നും ഇപ്പോൾ വികാരങ്ങളില്ലടേ. കയ്യിലെ വികാരങ്ങളൊക്കെ നഷ്ടപ്പെട്ട്. ഇവർ കൊണ്ടായി ഇന്നലെ തല കെട്ടാതെ കിടന്നല്ലേ കള്ളിപ്പെണ്ണെ. ഞാൻ ഒന്നും പറഞ്ഞില്ല, ലേറ്റ് ആയതുകൊണ്ട്. ഞാൻ കണ്ടായിരുന്നു, രാത്രി കൈ വെച്ച് തന്നപ്പോൾ ഞാൻ കണ്ടായിരുന്നു മേഡം തല കെട്ടിയിട്ടില്ലാത്തത്. രാവിലെ നീ എന്തിനടി മനസ്സിൽ ഇങ്ങനെ കാണിക്കുന്ന കഴുതേ?
എലിഫന്റിന്റെ അച്ഛൻ, അദ്ദേഹമാണ് എലിഫന്റ്. മിസ്റ്റർ സുനിൽ കുമാർ, യുവർ ബാബ, യുവർ ഫാദർ. അതല്ലെങ്കിൽ ഞാനാണല്ലോ ചെയ്യണം, നമ്മളല്ലല്ലോ. അല്ല എന്നാ സുള്ളത് ഗ്രൂപ്പില് ഇവിടുത്തെ കുറച്ച് പണി കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വരും. കമ്മലാ? ഏത് കമ്മല്? ഓ അത് ഞാൻ ഇട്ടോളാടേ. പോട്ടറേ ഒന്ന് സെമിച്ച് കള. സെമിയടേ സെമി. അപ്പൊ നമ്മളിതാ ഇത് കത്തിരിക്കൊക്കെ ഉള്ളതാണ്. മല്ലിപ്പൊടി, ലൈറ്റായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി പൊടിച്ച് കൂടെ ഇടും, കാരണം കുറച്ച് കത്തിരിക്ക വെച്ച് കൂടുതലുണ്ട്. പ്ലസ് ഉപ്പ്, ലൈറ്റായിട്ട് മീറ്റ് മസാല. ഓക്കെ, ദാറ്റ്സ് ഓൾ ഡൺ. ഇത്ര ഇട്ടാൽ ഞാൻ ഈ വെജിറ്റബിൾസിലെ ലൈറ്റായിട്ട് മീറ്റ് മസാല ചേർക്കണമെന്ന് പറഞ്ഞാൽ അതിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അത് നിങ്ങൾക്ക് എൻ്റെ ഈ ടിപ്സൊക്കെ പഠിച്ച് നിങ്ങളൊക്കെ എന്നെക്കാളും നല്ല കുക്കാവോടെ. ഞാൻ ഭയങ്കര വലിയ കുക്കൊന്നും അല്ല, ഷെഫൊന്നും അല്ല, എങ്കിലും ഞാൻ ചോദിക്കുന്നു പുള്ളികളെ. ഇതൊക്കെ ഞങ്ങളുടെ ലോക്കൽ തറ ലാംഗ്വേജ് ആണ് കേട്ടാ. അപ്പൊ ഇത്രയും നമുക്ക് ലൈറ്റായിട്ട്. അയ്യോ ഈശ്വര, എൻ്റെ അപ്പം ഒന്നും കഴിഞ്ഞില്ല, ഭാഗ്യം, ഞാൻ രസപ്പെട്ട്. ഇവിടെ ക്യാരറ്റ് ഏകദേശം വരുന്നുണ്ട്. അപ്പൊ ഇത് കുഴച്ച് കേട്ടോ. ഇത്ര ഇത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ തിരികെ വരഞ്ഞൊന്നിട്ട് കൊടുക്കാം. അപ്പോഴത്തേക്കും എന്താ ഇവിടെ ഒരു അപ്പം വന്നിട്ടുണ്ട്, അവനെ നമുക്ക് എടുക്കാം. ഇത് കണ്ടോ, അവനെ നന്നായിട്ട് മസാലയിലൊന്ന് ഒക്കെ എടുക്കാം. വട്ടം അരിഞ്ഞ് പൊരിക്കുന്നവരും ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഇച്ചിരി ഇങ്ങനെയാണ് പൊരിക്കാറ് പൊതുവെ. വട്ടം പൊരിച്ചാലും നല്ലതാണ്. ഇതാവുമ്പോൾ ഇച്ചിരി ഫ്ലഷി ആയിട്ട് കിട്ടും. നല്ല ചിലർക്ക് നല്ല ക്രിസ്പി ആയിട്ട് വേണം, ഞങ്ങൾക്ക് ഇച്ചിരി ഫ്ലഷി ആയിട്ട് വേണം അകത്ത്. ഇതും കൂടെ പൊരിക്കുമ്പോഴത്തേക്ക് ഏകദേശം അടുക്കള പണി കഴിയും. അപ്പം കരിഞ്ഞാടെ പിന്നെയും കരിഞ്ഞായിട്ട്. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് അതിവിടെ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആകുന്നുണ്ട്. ക്യാരറ്റിലോട്ട് നമുക്കിനി വേണ്ട നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന സാധനം കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് കുക്കാവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് അപ്പം എടുക്കാവേ. ചോറ് ഇതാണ് ഞാൻ ചോറ് വാർത്ത രീതി കേട്ടാ. നമ്മളിപ്പോൾ 4 അപ്പം ചുട്ടു. പിന്നെ ഒരു 4 കൂടെ ചുടണം. അത് ചുടുന്നതിന് മുമ്പ് നെല്ല് വരണമ്മ ഒന്ന് ഇളക്കിയെടുക്കട്ടെ. ചട്ടി എളുപ്പം വാങ്ങണം. ചോദിച്ചത് ഇത് നല്ലൊന്ന് പൊളിത്തോരെ. ഞാനിവിടെ മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് പൊരിച്ചെടുക്കുമ്പോൾ ഈ ചട്ടി ഒരിച്ചിരി ഇത് മോക്ക് സ്കൂളിൽ കൊടുത്തു വിടാനുള്ളതാണ്.
അടിപൊളി തോര ആയിട്ടുണ്ട് കേട്ടോ. തോര ആയതുകൊണ്ട് നമുക്ക് തോരത്തിനെ ഇറക്കി മാറ്റി ഇങ്ങോട്ട് വെക്കാം. അപ്പോൾ ഈ അടുപ്പിൽ നിന്ന് നമ്മൾ വെക്കാൻ പോണെന്നല്ലോ നമ്മുടെ കത്തിരിക്ക. What we are going to make our കത്തിരിക്ക. അന്നദാന പ്രഭുവേ ശരണം അയ്യപ്പ, ആര്യങ്കാവിൽ അയ്യനേ ശരണം. നല്ല മുടി കൊണ്ട് പോകും. അടുക്കളയിൽ ജോലിയാണ് എൻ്റെ ഇടയിൽ മുടി അയച്ചിട്ടുണ്ട് വരാതെ. ദാറ്റ് ഈസ് നോട്ട് നൈസ്. എണ്ണ വയ്ക്കാൻ ഓപ്പോ പിന്നെ തൊഴിയാത്ത മുടി കണ്ടിട്ടാലും മതി. ഗമ പെണ്ണിൻ്റെ ഒരു ഗമ. എന്തോന്നടേ മാവും തവയില്ല കോപ്പ്. രാവിലെ അപ്പം മിസ്റ്റർ അപ്പം, നീ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരുമാതിരി അപ്പമില്ലാത്ത പരിപാടി കാണിക്കരുത്, മനസ്സിലായ? ആ ആരക്കാതിൽ എന്തൊരു കാതിൽ ഇഷ്ട നമ്മളെ കത്തിരിക്ക പൊരിക്കാം കേട്ടോ. നിങ്ങൾ വിചാരിക്കല്ലേ എനിക്ക് വട്ടാണ്, ചെറുതായിട്ടേ ഉള്ളൂ, വലുതായിട്ടൊന്നുമില്ല. ചെറിയ രീതിക്ക് വട്ടൊക്കെ ഉണ്ട് കേട്ടോ, ഭയങ്കരമായിട്ടുള്ള രീതിക്കൊന്നുമില്ല. നമ്മുടെ 6 പേരെയും കൂടെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ 6 പേരും കൂടെ അവിടെ ഇരിക്കട്ടെ. അപ്പോഴത്തേക്ക് ഞാൻ പോയിട്ട് കിടന്ന പായ ഇതുവരെ മടക്കിയിട്ടില്ല, മടക്കിയിട്ട് വരാം. നിങ്ങളറിയാതെ ഞാൻ വന്ന് അപ്പം ഇളക്കി കേട്ടോ അടുപ്പിന്ന്. ഇത് അടുത്ത അപ്പം വെച്ചു, 6ാമത്തെ അപ്പമാണ്. ഇത് പോയിട്ട് 2 അപ്പം കൂടി നോക്കണം. എന്നാടി ഏത് കൊച്ചു പൂച്ച? അവരതാ മറ്റേ അതാ വെളിയിലുണ്ടോ ഇപ്പം? വീഡിയോ ഇടയിൽ കട്ടായിട്ടുണ്ടായിരുന്നു, കാരണം ഞാനൊരു പൂച്ചക്കുട്ടിയുടെ വീഡിയോ എടുക്കാൻ പോയി. പക്ഷേ ഇത് 6ാമത്തെ അപ്പമാണ്. സ്റ്റൗ നന്നായിട്ട് സിമ്മാക്കി വെച്ചിട്ട് ഞാൻ പൂച്ചക്കുട്ടിയുടെ വീഡിയോ എടുക്കാൻ പോയി. കാരണം അത് നല്ല പൂച്ചയാണ്. ഞാൻ അതിൻ്റെ ഷോർട്സ് ഇന്നിടാവേ. നിങ്ങൾ മറക്കാതെ കാണണം കേട്ടോ. നല്ല സുന്ദരി പൂച്ചകൾ 5-6 എണ്ണം ഉണ്ടേ. അപ്പോൾ 6 അപ്പമായി. നമുക്കിനി 2 അപ്പവും കൂടി പണിതാൽ ഈ പണി കഴിഞ്ഞു. വീട്ടിനകത്ത് വന്ന എല്ലാം കൂടി നാട്ടിലേതോ കഥയൊക്കെ പൂട്ടിയിടും മക്കളെ. എല്ലാം കൂടി വന്ന അമ്മയ്ക്ക് മേന രാവിലെ പൂച്ചമുടി ആഹാരത്തിൽ വീണ അത് അതിനേക്കാളും വലിയ പണി. മോനെ അമ്മ പേടിച്ചു തൂറി ആയതുകൊണ്ടല്ല, എൻ്റെ മക്കൾ കക്കൂസിയിരിക്കുന്ന സീനെ അമ്മയ്ക്ക് ആലോചിക്കാൻ പോലും വയ്യാഞ്ഞിട്ടാണ്. അല്ലെങ്കിൽ സാധാരണ കുളിച്ചോണ്ട് വരണതാണ്. അയാള് പറയുന്നുണ്ട് നേരത്തെ കണാകുളാന്ന് നോക്കിയോ അയാള്. അനീഷാണെങ്കിൽ കുഴപ്പമില്ല, ചിരിച്ച് കാണിച്ചോണ്ട് മിണ്ടാതെ വരാം. അവനെ കണ്ടാൽ തന്നെ ഒരു മനസ്സമാധാനം. എടേ ഈ അപ്പം കീറിപ്പോയി കേട്ടോ. അപ്പത്തിന് ഭയങ്കര കീറല്ല. അത് വേറെ ഒന്നും കൊണ്ടല്ല, അതിൻ്റെ ചട്ടിയുടെ കുഴപ്പം കൊണ്ടാണ്. ഓക്കെ, നമ്മുടെ പണി കഴിഞ്ഞു ഗൈസ്. അപ്പോൾ നമ്മുടെ മോക്ക് ഇന്ന് എന്തൊക്കെയാണ് സ്കൂളിൽ കൊടുത്തു വിടാനെന്ന് നോക്കാം. ആപ്പിൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ആപ്പിൾ നമ്മൾ കഴുകി വയ്ക്കുമ്പോൾ ഒരു ഇച്ചിരി ഉപ്പുവെള്ളത്തിയിട്ടൊന്ന് കഴുകി വെച്ച് കഴിഞ്ഞാൽ 2 വെള്ളം വെറുതെ കഴുകി പിന്നെ ഒരു ഉപ്പുവെള്ളം കൂടെ കഴുകി കഴിഞ്ഞാൽ പെട്ടെന്ന് കറക്കത്തില്ല. ഇത് ഈ സാധനം ഇത് നമ്മൾ 11 o'clock സ്നാക്സിന് കൊടുത്തയക്കുന്നതാണ്. ഇതിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്തോ. ഞാൻ ഇതിനിട്ടിരിക്കുന്ന പേര് കോഴിത്തീട്ടം എന്നാണ്. അപ്പോൾ ഇത് ഇത്രയും വെച്ചിട്ടുള്ളത് ഇത് മോളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്തിട്ടാണ് കഴിക്കാറുള്ളത്. അതുകൊണ്ടാണ് ഇത്രയും വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ ചോറ് എടുത്തിട്ടുണ്ട്. പൊന്നിയരിയുടെ ചോറാണ്, നമ്മുടെ വീട്ടിൽ പൊന്നിയരിയുടെ ചോറാണ്. പിന്നെ ഇവിടുത്തെ റേഷൻ അരി വയറിളകും കേട്ടോ, അതുകൊണ്ടാണ്. ക്യാരറ്റ് തോരനുണ്ട്, നമ്മുടെ കത്തിരിക്ക പൊരിച്ചതുണ്ട്. പിന്നെ കൂടെ ഞാനിത് ഒരു ഓംലേറ്റും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് മോളുടെ ഫുഡ്. അപ്പോൾ നമ്മൾ വെജിറ്റബിൾസാണ് കൂടുതലും കഴിക്കാറുള്ളത്, മീനും ഇറച്ചിനേക്കാളും. അപ്പോൾ മുട്ട ഉറപ്പായിട്ടും വച്ചിരിക്കും. പിന്നെ അതാ പുളിശ്ശേരിയുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇന്ന് മോളുടെ ഫുഡ്. ഇതിൽ ജീരക വെള്ളമുണ്ട്. ഇത് മോളുടെ സ്പൂണാണ്. അപ്പോൾ ഇതിനിടയിൽ ഞാൻ പെട്ടെന്ന് മോളുടെ കാപ്പി ഒന്ന് കൊടുത്തോട്ടെ. അപ്പോൾ ഞാൻ അതൊന്ന് കൊടുത്തിട്ട് ബാക്കി എടുക്കാം വീഡിയോ. അപ്പോൾ മോളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. തൻ്റെ 3 അപ്പം വെച്ചിട്ടുണ്ട്, ഒരു മുട്ടയുടെ പാതി വെച്ചിട്ടുണ്ട്, ഉരുളക്കിഴങ്ങ് കറി. അപ്പോൾ ഇത്രയാണ്. ഞാൻ കൊടുത്തിട്ട് വരാം. നമ്മളിത് ഈ ചോറ് ഒന്നും കളയണതില്ല, ഇത് കറി കളയും. അതുകൊണ്ട് നമ്മൾ ഇതിലോട്ടാക്കിയിട്ട്
കറി കവറിലോട്ടാക്കിയിട്ട് ഒന്ന് കെട്ടി. അപ്പോൾ ഇത്രയാണ് ഒരു ദിവസം രാവിലെയുള്ള എൻ്റെ പരിപാടികൾ. ഇന്ന് ചിലപ്പോൾ ഞാൻ രാവിലെ പഴംപൊരി ഉണ്ടാക്കാറുണ്ട് കൊച്ചിന് സ്കൂളിൽ കൊടുത്തുവിടാൻ. അപ്പോൾ ഞാനിതൊക്കെ കൊണ്ട് കൊടുത്തോട്ടെ. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ ബൈ കേട്ടോ. ഒന്ന് കാണിക്കാൻ വിട്ടുപോയി ഗൈസ്. അപ്പോൾ ഞാൻ നമ്മുടെ ഈ ഒരു പണി കഴിയുമ്പോൾ നമ്മുടെ കിച്ചൺ, സീരിയസ്ലി എൻ്റെ കിച്ചൺ എപ്പോഴും മാക്സിമം ഇങ്ങനെ ആയിരിക്കും. ഇതിൽ നമുക്ക് ചായപാത്രം മാത്രം ഞാൻ വെച്ചിട്ടുണ്ട് ചായ ഇടാൻ. ബാക്കിയെല്ലാം ഞാൻ ഒതുക്കിയിട്ടുണ്ട്, കഴുകിയിട്ടുണ്ട് കണ്ടോ. ഇനി ഇതിൽ വരും എന്തോന്ന് വരുമെന്നറിയാം. എൻ്റെ മോള് ഭക്ഷണം കഴിക്കുന്ന ആ ഒരു പാത്രം വരും. അല്ലാതെ മാക്സിമം എന്നും നമ്മളിങ്ങനെയാണ്. ഇതാണ് നമ്മുടെ രീതി. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.